പിച്ചക്കാർ മാത്രം പോരാ, പിച്ചക്കാരും വേണം. ഈ പാലാ പൗലോസ് പിച്ചക്കാരെ എൻകറേജ് ചെയ്യുന്നവനാണ്. താങ്കളുടെ പോയി ചിക്കൻ 60 സ്കോച്ച് വിസ്കിയും കഴുകി. പൗലോസ് ഇനിയും തരും, എത്ര വേണമെങ്കിലും. പോയിക്കോ. തലയ്ക്കും മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. ആരാ ഭൂമിയിലൊന്നും വീണത്? മനുഷ്യപുത്രനാണ്. അനിയൻ രാവിലെ ഫിറ്റാ? സാറ് മലയാളിയാ? അല്ലടാ, കൊലയാളി. കൊലയാളി എന്നെ കൊല്ലല്ലേ? നീ എന്തിനാ രാവിലെ ഫിറ്റാ എന്നാ ചോദിച്ചത്? ഞാൻ ഫിറ്റ് അല്ല സാർ, ഗൈഡാ. ഗൈഡാ? നീ വളഞ്ഞു തിരിഞ്ഞ കാലം വെച്ച് നീ എന്ത് ഗൈഡ്? എന്താ സാർ? അല്ല, നീ വടി എങ്ങനെ ഇതിനകത്ത് കുത്തിക്കയറ്റി? അതൊരു കഥയാണ്. ഈ വടി കയറ്റിയതാ? വടി കയറ്റിയതല്ല, പിന്നെ എന്റെ ജീവിതം. അമ്മയും ഞാനും 4 സഹോദരിമാരും അടങ്ങുന്ന ഒരു ഒറ്റയാൻ കുടുംബമാണ് ഞങ്ങളുടേത്. സാറ് പോയോ? ഇവിടെ സാറിനറിയോ, എന്റെ കുടുംബത്തിന്റെ തൂണ് ഞാനാണ്. അപ്പൊ നിന്റെ വീടിന് വേറെ തൂണൊന്നുമില്ലേ? അതല്ല, ആശ്രയം. ഒരു എഫിഷ്യന്റ് ഗൈഡായിരുന്ന ഞാൻ ചെക്കോസ്ലോവാക്കിന്ന് വന്ന ഒരു സാഹിബിനെ സൂയിസൈഡ് പോയിന്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ടാണ് സൂയിസൈഡ് ചെയ്തോ? ചെയ്തില്ല സാർ. കൊക്കയിലേക്ക് കാല് തെറ്റി വീണ് അയാളെ രക്ഷിക്കാൻ വേണ്ടി ഞാനും കൊക്കയിലേക്ക് എടുത്ത് ചാടി. എന്റെ കയ്യിൽ നിന്ന് പോയനെ. എന്റെ അമ്മയുടെ ഭാഗ്യം, ഒരു ജപ്പാൻ ഓർക്കിഡ് മരത്തിൽ എനിക്ക് പിടുത്തം കിട്ടി. പക്ഷേ ആ വീഴ്ചയുടെ ആഘാതത്തിൽ എന്റെ കാല് തളർന്നു പോയി സാർ. ഒരു സൈഡ് മുഴുവനും തളർന്നു പോയി സാർ. അതെ സാർ, ഇന്ന് എന്റെ കുടുംബം പട്ടിണിയാണ് സാർ. ഞാൻ സാറിനോട് ഗൈഡായിട്ട് വരാം. എനിക്കൊരു 100 രൂപ തന്നാ മതി. ഇല്ല, ഞാൻ നിനക്ക് പൈസ തരില്ല. തരില്ലേ സാർ? എന്റെ കുടുംബത്തെ രക്ഷിക്കില്ലേ സാർ? ഇല്ല, ഒരു 100 രൂപ കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടില്ലടാ. നിന്റെ കാല് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കും. ഇന്ന് തന്നെ നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണ്ട, ഹോസ്പിറ്റലിൽ വേണ്ട. എന്റെ കാല് ചികിത്സിക്കാൻ ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. അതാരാടാ? ഡോക്ടർ രാമമൂർത്തി, ന്യൂറോ സർജൻ. ഭയങ്കര തിരക്കുള്ള ഡോക്ടറാ. രാവിലെ ഫ്ലൈറ്റിന് അമേരിക്കക്ക് പോവും, വൈകിട്ട് തിരിച്ചു വരും. ഇടക്കിറങ്ങൂലേ? ഉച്ചക്കുണ്ടായി ലണ്ടനിൽ ഇറങ്ങും. അയാളുടെ കൺസൾട്ടിംഗ് ഫീസ് 25,000 രൂപയാ. അത്രയും തുക സ്വപ്നം കാണാൻ കൂടി എനിക്ക് കഴിയില്ല സാർ. ഞാൻ സാറിന് സ്ഥലമൊക്കെ കാണിക്കാം. എനിക്കൊരു 100 രൂപ തന്നാ മതി സാർ. 25,000 രൂപ പൗലോസിന് പിള്ളേരാ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. പക്ഷെ വംശനാശം വന്നു പോയില്ലേ? വംശനാശം വരാൻ സാറ് സിംഹാലം കുറഞ്ഞ? അല്ല, സാറ് വലിയൊരു മനുഷ്യനാണെന്ന് പറയായിരുന്നു. നീ നാളെ ഹോട്ടൽ ഹിൽവിലേക്ക് വാ. നിനക്ക് കാശ് ഞാൻ തരും. താങ്ക് യു സാർ. പൗലോസ് സാർ. ഓ സാർ. 25,000 രൂപ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കാനോടാ. ഞാൻ പേടിക്കണ്ട, അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത കേസാ. ഡോൺ വറി. അതെ, L1 and L2 ബോണിന്റെ ഇടയിൽ നിന്ന് D1 and D2 ബോണിന്റെ ഇടയിലേക്ക് ഒരു സെന്റിമെന്റൽ നേർവ് കയറി. അത് ബ്ലഡിന്റെ പ്രഷറൈസേഷൻ കൊണ്ട് അല്പം ഞാണിങ്ങിപ്പോയതാ. പേഷ്യന്റിന്റെ ഹാർട്ടിന് NH വഴി ബൈപ്പാസിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. പോളിത്തീൻ ട്യൂബ് ആയാലും മതി. ബൈപ്പാസ് സർജറി. എക്സ്ക്യൂസ് മീ, എന്താ പേര് പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പേര് പറഞ്ഞില്ലല്ലോ. അല്ല, എന്താ പേര്? ഐ എം ഡോക്ടർ രാമമൂർത്തി, MBBS, FRCS, FROG, ലണ്ടൻ. അല്ല, പേഷ്യന്റിന്റെ വലതുകാല് മുറിച്ച് ഇടതുകാല് ഫിറ്റ്. ഓ, വലതുകാല് മരക്കാലാണല്ലേ? അതും ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത കേസാണ്. എക്സ്ക്യൂസ് മീ, ഡു നോട്ട് ഡിസ്റ്റർബ്. ഡോക്ടർ ഫെർണാണ്ടസ് ഒരു കാര്യം ചെയ്യൂ, രാവിലത്തെ ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ട് വരാം. കത്തിയും കൂടൊക്കെ റെഡിയാക്കി വെക്കൂ. Don't call me again. You know, medical science is not general science. It is sciences with all senses, but sense is not the organ of everything, okay? തനിക്ക് എന്താ വേണ്ടത്? You see, I am a busy man. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. Coming from America, going to America. But India is my country. അതെ, കറക്റ്റ്. എനിക്കൊരു ഉപകാരം ചെയ്യണം. Come again another day. Yesterday, today, tomorrow. അതെ, അങ്ങനെ പറയരുത്. വേണമെങ്കിൽ ഇയാൾക്ക് 2-3 ലക്ഷം തരാം. പക്ഷെ എന്റെ സർവീസ് മാത്രം ആവശ്യപ്പെടരുത്. I have no time. ഇപ്പൊ തന്നെ പല കൺട്രീസിലായി നിരവധി ഓപ്പറേഷൻസ് പെൻഡിങ്. 1-2 ലക്ഷം പൗലോസ് ബീറടിച്ച് കളയുന്ന കാശേ ഉള്ളൂ. അതേടാ, ഇപ്പൊ എനിക്ക് ഡോക്ടറുടെ സേവനം ആവശ്യമാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ തളർന്നുപോയ കാല് ഡോക്ടർ ചികിത്സിച്ച് ഭേദമാക്കണം. അതിന് എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ഡോക്ടർ സഹായിക്കണം. അവനൊരു പാവമാ. അവൻ ഫ്രോഡാണ്. അല്ല, ഫ്രോഡ് ഓഫ് മെനിഞ്ചൈറ്റിസ് എന്നൊരു മെനിഞ്ചൈറ്റിസിന്റെ അറ്റാക്ക് ആയിരിക്കും.
but I don't have time and to see. എന്റെ മാനം നിലനിർത്താനെങ്കിലും അവരെ രക്ഷിക്കണം. ഞാൻ വാക്കുകൊടുത്തു പോയി. ഞാനൊരു പാവം കോടീശ്വരനാണ് ഡോക്ടർ. കരയരുത്. ഓക്കെ ഓക്കെ. ഒരാളുടെ കണ്ണീര് കാണാനുള്ള ശക്തി എനിക്കില്ല. ചാരിറ്റിയാണ് എന്റെ ലക്ഷ്യം. കോടിക്കണക്കിന് രൂപ കണ്ട് മടുത്തവനാണ് ഞാൻ. എന്നാൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി രോഗിയെ കാണുമ്പോ തന്നെ 25,000 എനിക്ക് അഡ്വാൻസ് തരണം. പണം എനിക്കൊരു പ്രശ്നമല്ല. ഒരാത്മാവിനെ സഹായിച്ചാൽ പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതിയ. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിലേക്ക് വരൂ. ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. റൂം നമ്പർ 113. നല്ല ഓടാണല്ലോ. ഇതെടുത്താ ചിലപ്പോ ഓടേണ്ടി വരും. വരുമ്പോ എടുക്കാം. ഇത് തന്നെ. അത് തരം കാണാനില്ല. ഹലോ മൈ ഡിയർ പോർ ബോയ്. സാറ് രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഞാൻ രാവിലെ തുടങ്ങി. ഇതെന്റെ ഒരു വീക്ക്നെസ്. ഇതില്ലെങ്കിൽ പാലാ പോലോസ് ഇല്ല. വേണ്ടെന്ന്. ഇതെന്താ വാതിൽ ചെറുതായ? ഞാൻ ഇങ്ങോട്ട് കൂളായിട്ട് വന്നാണല്ലോ. നിന്റെ ഒരു കാലും കോലും ഇരിക്കടാ ബോയ്. താങ്ക് യു സർ. നിന്റെ പേരെന്താ പറഞ്ഞേ? ചാൾക്കോ. ചാൾക്കോയാ? അതെന്നെ പേരാടാ? അതല്ല, ചാൾക്കോ അല്ല, ചാക്കോ. ചാക്കോ സഞ്ജു അതെന്തോ ആട്ടെ. ഭാഗ്യവാനാണ് നീ. അത് പിന്നെ എനിക്ക് അറിയില്ലേ സാർ. ഒരു പരിചയമില്ലാത്ത എനിക്ക് സാറ് 25,000 രൂപ തരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാല് ശരിയാക്കും. എനിക്കിത് കൂടുതൽ ബാക്കി എന്താ സാർ? 113. 113? Come on, yeah. Oh, yeah. 113. Yes, come in. ഇവന്റെ രണ്ട് കാലും വെട്ടി മാറ്റി ഞാൻ മരക്കാലാക്കും. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ. I see. ഇവന്റെ കാല് കിടക്കണ കിടപ്പ് കണ്ട ഡോക്ടർ. ഇതൊന്ന് ശരിയാക്കി ഇവനെ നടക്കാൻ പാകത്തിലാക്കണം. എവന്റെ അല്ല, ഇവന്റെ അപ്പന്റെ കാല് ഞാൻ ശരിയാക്കും. അപ്പന്റെ കാല് ശരിയാക്കി ഇവനെങ്ങനെ നടക്കും? ഹൈ, ഡോണ്ട് പ്ലേ ജോക്സ്. എനിക്ക് ഇയാളെ ചികിത്സിക്കാനുള്ള മൂഡ് വരുന്നതേ ഉള്ളൂ. പ്ലീസ് കം ടു ദ മൂഡ് ഔട്ട്. എന്തായാലും ഇവന്റെ കാല് ശരിയാക്കണം. അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. ശരിയാക്കാം. കേറിയിരിക്കേ. എടോ, ഇങ്ങോട്ട് കയറിയിരിക്കാൻ. തന്നെ കിടത്താൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? ഇതാണ് എന്റെ ട്രീറ്റ്മെന്റ് സ്റ്റൈൽ. കേറിയിരിക്കണോ? എന്റെ കാലിന് അത്ര കോപ്പേ. എന്താ പറഞ്ഞേ? സ്റ്റെതസ്കോപ്പ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. ചികിത്സിക്കാനുള്ള മൂഡിലേക്ക് ഞാൻ വന്നതാ. ഒരു പ്രഷർ കിടക്ക്. കിടന്നു. കത്തുന്നുണ്ട്. എന്തേ പവർ കട്ട?
എന്റെ കാലുമേ ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. നിന്റെ കാലിന് ഫീലിങ്സ് ഒന്നുമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അതും കണ്ണിന്റെ ഫീലിംഗാ, സന്തോഷാശ്രു. എന്നെ ഡോക്ടർ രാമൂർത്തി ചികിത്സിക്കണു. സാർ എനിക്ക് 20,000 രൂപ തരുന്നു. പക്ഷെ ദേ ഈ ഡോക്ടർ വിചാരിച്ച എന്റെ കാല് ശരിയാവും തോന്നണില്ല. ശരിയാക്കി തരാവടാ. അമ്മേ, ശരിയാക്കി തരണേ. ഒരു ഫീലിംഗും ഇല്ല. എന്തത്? എന്നാ ഇതുകൊണ്ടൊന്ന് നോക്കി. അയ്യോ, വേണ്ട, വേണ്ട, ഞാൻ വേണ്ട. അതെ അതെ, അവന്റെ കാല് ശരിയായി. കാശെട്, പണമിട് 20,000 രൂപ. ഞാൻ കാശെടുത്തിട്ടാ. പോയി എടുത്തോണ്ടോ.